റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക സുജയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. സുജ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. ജൂലൈ 17-ന് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ആണ് ഷോക്കേറ്റ് മരിച്ചത്. AV ജയശങ്കർ ഉണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ അധ്യാപികയുടെ സസ്പെൻഷൻ പിൻവലിച്ചതിൽ ഉള്ള വിശദീകരണം എന്താണ്? അതായത് തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം കേരളമാകെ ഞെട്ടിയൊരു വിഷയമായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പിന്നാലെയാണ് വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് HM സുജയെ സസ്പെൻഡ് ചെയ്യുന്നതിന് ഒരു തീരുമാനമെടുത്തത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് സ്കൂൾ മാനേജ്മെന്റ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് തുനിഞ്ഞത്. ജൂലൈ 17-നായിരുന്നു ഈ അപകടം. പിന്നാലെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സസ്പെൻഷൻ നടപടിയിലേക്കും കടന്നു. ഇപ്പോൾ സസ്പെൻഷൻ നടപടി എടുത്ത് 6 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഇവരെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള വിശദീകരണങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഇവർ സ്കൂൾ മാനേജ്മെന്റ് ആണ് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് DO സ്കൂൾ ഭരണം ഏറ്റെടുത്തിരുന്നു. ഇവരുടെ സസ്പെൻഷൻ ഇതോടുകൂടി വീണ്ടും നീട്ടി. ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി സർക്കാർ അറിവോട് തന്നെയാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ പിൻവലിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തി ഇവരെ കുറ്റവിമുക്തയാക്കിയോ എന്ന് സംബന്ധിച്ച വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല. എന്തായാലും ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. സുജ വീണ്ടും തിരികെ സർവീസിൽ ജോയിൻ ചെയ്തു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. വ്യക്തമാണ്. AV ജയശങ്കറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.